നമസ്കാരം. JB ജംഗ്ഷൻ്റെ സവിശേഷമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. പിന്നിടുന്ന വർഷം JB ജംഗ്ഷനെ സമൃദ്ധമാക്കിയ ശ്രദ്ധേയ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രത്യേക പതിപ്പിലേക്ക് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കണ്ടിട്ടും മതിവരാത്ത ദൃശ്യവിരുന്നിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ അവരുടെ വ്യക്തിപരമായ സൗഹൃദ ബന്ധത്തിന് എത്രത്തോളം ആഴവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാവും. നമ്മുടെ ഉദാഹരണമായിട്ട് കാണരുത്. അല്ല ഇതിപ്പം ഈ ഒന്നും കൂടി പ്ലേ അല്ലല്ല വേണ്ട, മനസ്സിലായി. അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് പിന്നെ ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നുള്ള ഒരു ഹൈഫൻ്റെ അകത്ത് വരണ്ട. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യക്തിബന്ധവും അല്ലെങ്കിൽ ആത്മാർത്ഥ്യം എന്താണെന്നുള്ളതാണ് ഇതിൻ്റെ ബന്ധം അല്ല ഈ ചോദ്യത്തിന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ പറയാം. കാര്യം ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നതാണല്ലോ. ഇപ്പോൾ മമ്മൂട്ടിക്ക് അത് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരം യു വിൽ ഗെറ്റ് നമുക്ക് ഇൻഫ്ലുവൻസാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മ പറഞ്ഞ കാര്യം വളരെ ഇപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചില്ലേ മോഹൻലാൽ ഇത് വളരെ സബ്ഡ്യൂഡായിട്ട് ആക്ട് ചെയ്തു എന്നൊക്കെ ചോദിച്ചപ്പോൾ പറയുന്നത് അമ്മ പറഞ്ഞതിൽ അതിൻ്റെ ആൻസറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി ഞാൻ തുറന്ന് പറയാം. ഞാനൊരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് പറയാം. അതിപ്പം എല്ലാവർക്കും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കുക. അതായത് ഞാൻ പറയും പ്ലീസ് എന്ന് പാടണമെങ്കിൽ അവരൊരു മാൻകിടാവ് പോലെ ആയി മാറുകയും അതിൽ റെസിപ്രിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം അല്ലേ, തിരിച്ചും റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സമയത്ത് അവരെ ഏറ്റവും കംഫർട്ടബിൾ ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. കാര്യം ഞാൻ കുറച്ചുകൂടെ കൂടുതൽ കംഫർട്ടബിൾ ആകും അല്ലേ. ഞാൻ പ്രത്യേകിച്ച് പ്രണയരംഗങ്ങൾ ആദ്യം വരുന്ന ദിവസത്തെ ഒരു പരിചയമില്ലാത്ത രണ്ട് പേരാണ് ഞാൻ തന്നെ പ്രേമിക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും രണ്ട് സ്പീഷ്യസാണ് അല്ലേ. ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചെങ്കിലും ഇതിനൊരു സത്യസന്ധതയോ ഇല്ല എന്തെങ്കിലും തിരിച്ച് തോന്നിയാലേ പറയാനും പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചില തമാശകളോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രൊഡ്യൂസർ ഡയറക്ടർ അവർ എറണാകുളത്ത് നിന്ന് ഹസൻ റഷീദ് എറണാകുളംകാരായിരുന്നു. അപ്പോൾ അവർക്കൊരാഗ്രഹമായിരുന്നു എറണാകുളത്ത് പാടിയിരുന്ന കുട്ടിയെ സിനിമയെ കൊണ്ടുവരണമെന്ന്. ആൻഡ് അർജുനൻ മാസ്റ്റർ അതിന് സമ്മതിച്ചല്ലോ. മാസ്റ്റർ നോ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ആ ഒരു അവസരം കിട്ടൂലായിരുന്നല്ലോ. സുജാതയുടെ ജൈത്രയാത്ര അവിടെ ആരംഭിക്കുന്നു. പിന്നീട് രാജാ സാഹിബിൻ്റെ പക്കലേക്ക് സുജാത എത്തുന്നു. രാജാ സാറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കാണ് സുജാതയ്ക്ക് എന്താ പറയുക, സുജാത പെട്ടെന്ന് മെച്യൂറായി. രാജാ സാറിൻ്റെ അടുത്ത് ആക്ച്വലി കൊണ്ടുപോയത് ദാസേട്ടനാണ്. അന്തരത്തിൽ അങ്ങനെ ആ ഒരു പാട്ട് നമുക്കൊന്ന് പാടി ഒരുപക്ഷെ പ്രിയനോടുള്ള നമ്മുടെ കടപ്പാടും സ്നേഹവും ഒന്ന് അടിവരയിടാവുന്നതാണ്. ഓ ഷോ. അന്തിപ്പൊൻവട്ടം. അന്തിപ്പൊൻവട്ടം. रब से सोना इश्क इश्क रब से भी सोना इश्क रब से सोना इश्क इश्क रब से भी सोना इश्क പ്രത്യേകത സാധാരണഗതിയിൽ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് പാമ്പിനെ വേണമെങ്കിൽ കാണാം. ഇതാ സുരേഷ് ഉമ്മ വെക്കാണോ? അതെ അതെ. വെറുതെ അല്ല സുരേഷ് ഭാര്യയൊക്കെ പറഞ്ഞു വിട്ടിട്ട് പാമ്പിനെ പ്രണയിക്കുന്നത്. അല്ല ഇത് നമ്മുടെ ഗവിയിൽ പത്തനംതിട്ട ജില്ലയിൽ സീയത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിടിച്ച പാമ്പിനെ ഗവിയിൽ വനത്തിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ വനത്തിൽ റിലീസ് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജനങ്ങൾക്ക് പാമ്പുകളെ ജനങ്ങളുടെ മനസ്സിൽ പാമ്പ് ഒരു ഭീകര ജീവിയാണ്. മാറ്റാൻ വേണ്ടി. അതെ, അങ്ങനെ അല്ല പാമ്പുകൾ.
നമ്മൾ വളരെ ലാഘവത്തോടി കാണണം ഇവയൊന്നും നമ്മളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. ഇങ്ങനെ ഉമ്മ കൊടുക്കുന്ന സമയത്ത് ഈ പാമ്പ് തിരിച്ചൊരു കൊത്തുകൊത്തിയാലോ? അല്ല, തിരിച്ചില്ല ഒരിക്കലും. ഇപ്പോൾ ചിലപ്പോൾ ഒരു 4 മാസമൊക്കെ ഭക്ഷണം കഴിക്കാതെ കിടന്നാലും പാമ്പുകൾ മരിക്കത്തില്ല. വാവയ്ക്ക് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്ന 1 രൂപയാകട്ടെ 100 രൂപയാകട്ടെ 1000 രൂപയാകട്ടെ നേരെ മെഡിക്കൽ കോളേജിൽ അജ്ഞാതമായിട്ട് കിടക്കുന്ന നിർദ്ധനരായ രോഗികൾക്ക് കൊണ്ടുപോയി എന്നെയും വിളിച്ചു കൊണ്ടുപോയി ഈ ക്യാഷ് നിര അവർക്ക് ആരെന്ന് പറയാതെ, ഞാൻ വാവാ സുരേഷാണെന്ന് പോലും പറയാതെ കൊടുക്കുന്നൊരു പ്രവണത വാവാ സുരേഷിൽ ഈ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഞാൻ കണ്ടെത്തിയ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഞാൻ ഒരുപാട് പട്ടിണി അറിഞ്ഞു. ബാലകൃഷ്ണനോട് പറയുന്നതെല്ലാം വിഷമം ഉണ്ടാവുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ബാലകൃഷ്ണനോട് പറയുന്നത്. അപ്പോൾ എന്നും ദുഃഖിക്കാനും കരയാനല്ലാതെ മാർഗമുള്ളൂ. അതൊക്കെ ഇഗ്നോർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. മാണിസാറിനെ പാലയിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല, പാലയ്ക്ക് മാണിസാറിനെ മാറ്റാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ പാലയുടെ ഒരു പ്രതിനിധിയായിട്ട് ഒരാളിങ്ങനെ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. വരട്ടെ. പാല എന്ന് കേൾക്കുമ്പോൾ KM മാണി എന്നേ ഓർമ്മ വരത്തുള്ളൂ. കാരണം ഏതൊക്കെ രാജ്യത്ത് ഞാൻ ചെല്ലുമ്പോഴും മാണിസാറിൻ്റെ നാട് എന്നാണ് പാലയെ പറ്റി പറയുന്നത്. അദ്ദേഹം പാലയ്ക്ക് വേണ്ടി ഇപ്പോൾ പാലയിൽ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കുണ്ടും കുഴികളില്ലാത്ത റോഡും പാലയുടെ വികസനം അതൊക്കെ മാണിസാറിൻ്റെ കൈകളിൽ ഭദ്രമാണ്. പാലയിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച സ്ഥാനാർത്ഥി, ഏറ്റവും കൂടുതൽ ഇതുവരെ അദ്ദേഹം തോൽവി എന്താണെന്ന് പാലയിൽ നിന്നിട്ട് അറിഞ്ഞിട്ടില്ല. കാരണം പാലക്കാർ അത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. മാണിസാറിന് കുട്ടി അറിയോ? ഞങ്ങളുടെ അപ്പോൾ ഇപ്പോഴേ എനിക്ക് വൈക്കം കായലിലോളം വെട്ടുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ സംഘത്തെ പറഞ്ഞ പോലെ വൈക്കം കായലിലോളം വെട്ടുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ കുട്ടിയമ്മയെ അതുപോലെ. അപ്പോൾ ഞാൻ ആ ബോട്ട് യാത്ര ഇങ്ങനെ ഓർക്കുക ചെയ്തു. അത് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ മാണിസാറിൻ്റെ കൈകളിലേക്ക് നോക്കിയാൽ കോൾമയെ കൊണ്ട്. അപ്പോൾ ഈ തിരക്കിനിടയിലും ഇങ്ങനെ ഹണിമൂണിനൊക്കെ സമയം കണ്ടെത്താനും കുട്ടിമ്മയായിട്ട് യാത്ര പോകാനും ഒക്കെ അതിനൊക്കെ സമയം എടുക്കുന്നുള്ളൂ. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ സിനിമയ്ക്കൊക്കെ പോവും, കുറേയൊക്കെ യാത്രയൊക്കെ പോവും. ഇപ്പോഴായാലും ഫാമിലിയായിട്ടൊക്കെ കുറേയൊക്കെ യാത്രയൊക്കെ പോകും. മാത്രമല്ല കുട്ടിയമ്മ ചേച്ചി ഒരു കാര്യം പറഞ്ഞു, എത്ര തിരക്കിട്ട് എൻ്റെ കുഞ്ഞുമാണിച്ചൻ യാത്ര പോകുമ്പോഴും എന്നാൽ ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയുള്ള ഒരു പാഠം ഈ ചോദ്യത്തിലൂടെ കൊടുക്കുകയാണ്. JB ജംഗ്ഷൻ 2014 എന്ന സവിശേഷ പരിപാടിയാണ് പ്രേക്ഷകർ കണ്ടത്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പുതിയ വർഷത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ മുഖങ്ങളുമായി ഞങ്ങൾ മടങ്ങിയെത്തും. അതുവരെ നന്ദി, നമസ്കാരം, പുതുവത്സര ആശംസകൾ.